പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ സമാരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഈ ഞായറാഴ്ചത്തെ സുവിശേഷം യോഹന്നാൻ്റെ 2-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുന്നവയുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ ഈ നല്ല വീഞ്ഞ് നീ ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, കൊത്തീനെ ഞായറാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 17-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പേതൃത്വ ഞായർ എന്നുകൂടി പറയാറുണ്ട്. പേതൃത്വ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓപ്പണിംഗ്, തുടക്കം, തുറവി എന്നൊക്കെയാണ്. വലിയ നോമ്പിൻ്റെ തുടക്കത്തിൽ ഒരു വിരുന്നിൻ്റെ വിവരണവുമായിട്ടാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ എത്തുക. ഒരു വലിയ വിവാഹ വിരുന്ന്. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ഒരു വിവാഹ വിരുന്ന് എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ പരിപാടിയാണ്. തീറ്റയും കുടിയും പാട്ടും നൃത്തവും ബന്ധുജനങ്ങളും കൂട്ടുകാരും ഒക്കെ ഒരുമിച്ച് ഉല്ലസിക്കുന്ന, ഒരുമിച്ച് വസിച്ച് സന്തോഷിക്കുന്ന ഒരു കാലം. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവരാജ്യത്തെ ഒരു വിരുന്നിനോട് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ വളരെ ചെറിയ ചില സൂചകങ്ങൾ നമുക്ക് കിട്ടുകയാണ്. 3-ാം ദിവസം എന്ന് പറഞ്ഞാണ് ഈ വിവരണം ആരംഭിക്കുന്നത്. 3-ാം ദിവസം
നമ്മുടെ മനസ്സിൽ വലിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ദിവസം നടന്ന വലിയ കാര്യം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ഉയർപ്പാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 19 സീനായി മലയിൽ ദൈവം ഇറങ്ങി വരുന്നതിന് മുമ്പായി ദൈവം ദൈവജനത്തെ ഒരുക്കി എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവം മോശയോട് പറഞ്ഞു, നീ താഴ്വരയിലേക്ക് ചെല്ലുക, ജനത്തെ 2 ദിവസത്തേക്ക് വിശുദ്ധീകരിക്കുക, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടരുത്, 3-ാം ദിവസം ഞാൻ, അതായത് ദൈവം മലയിൽ പ്രത്യക്ഷനാകും. ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വലിയ ഒരുക്കം, വിശുദ്ധീകരണം ആവശ്യമായിരുന്നു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പിൻ്റെ അവസാനം വലിയൊരു പെരുന്നാൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ലോകത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച സംഭവം നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ഉയർപ്പ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് നമുക്ക് ചിരപരിചിതമായ വ്യാഖ്യാനം നൽകാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഇതിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നൽകാൻ സാധിക്കുമോ? ഒന്ന്, നമ്മൾ ആദ്യമായി പറയുവാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ ആത്മീയത ഒരു സ്പൗസൽ സ്പിരിച്വാലിറ്റിയാണ്. ദാമ്പത്യ ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ് ആത്മീയത അളക്കപ്പെടുക. ദൈവം തന്നെ മണവാളനായി സ്വയം ചിത്രീകരിക്കുന്ന അനേകം വേദഭാഗങ്ങളുണ്ട്. ഉദാഹരണമായി യെശയ്യായുടെ 62-ാം അധ്യായം 5-ാം വാക്യം, യുവാവ് കന്യകെ എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ അല്ലെങ്കിൽ സ്രഷ്ടാവ് നിന്നെ വിവാഹം ചെയ്യും, മണവാളൻ മണവാട്ടിയിലെന്ന പോലെ നിന്റെ ദൈവമായ കർത്താവ് നിന്നിൽ സന്തോഷിക്കും. പുനരുദ്ധാരകൻ എന്ന വാക്കാണ് നമ്മൾ POC ബൈബിളിൽ കാണുന്നത്. എങ്കിലും യെശയ്യ 54:5 നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം പുനരുദ്ധാരകൻ എന്നതിനേക്കാൾ സ്രഷ്ടാവ് എന്നുള്ള വാക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് യാഹ്വേയും തൻ്റെ മണവാട്ടിയായ ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ചിത്രീകരണമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തന്നെ തൻ്റെ സഭയുടെ മണവാളനായി സ്വയം ചിത്രീകരിച്ചിരിക്കുന്നു. നമ്മൾ വെറുതെ ഓർത്തുപോയാൽ മതി, മണവാളിനെ എതിരേൽക്കാൻ കാത്തിരിക്കുന്ന 10 കന്യകമാരുടെ ഉപമ. വെളിപാട് 12:9 ഇങ്ങനെ നാം വായിക്കുന്നു, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് സമീപിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയ വേദഭാഗം കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഓരോ പരിശുദ്ധ കുർബാനയും കുഞ്ഞാടിൻ്റെ വിരുന്നായിട്ടാണ് ആദ്യകാലം മുതൽ സഭ മനസ്സിലാക്കിയിരുന്നത്. കർത്താവിൻ്റെ ശിഷ്യർ ഉപവസിക്കാതിരിക്കുകയും പ്രീശന്മാരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഉപവസിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് കർത്താവിൻ്റെ അടുത്ത് ചോദ്യവുമായി ചിലർ ചെല്ലുന്നുണ്ട്.
പ്രീശന്മാരും യോഹന്നാൻ്റെ ശിഷ്യരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 19-ാം വാക്യം, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാൻ ആവില്ല. മണവാളൻ എടുക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റപ്പെടുന്ന കാലത്ത് അവർ ഉപവസിക്കും. ഇവിടെ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് താമസിക്കുമ്പോൾ അത് ഒരു വിവാഹ വിരുന്നായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. അതിനാൽ വിവാഹ വിരുന്ന് നടക്കുന്ന അവസരത്തിൽ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ പറ്റില്ല എന്ന് യേശു പറയുന്ന വഴിയായി യേശുവുമായിട്ടുള്ള കമ്പനി, യേശുവുമായിട്ടുള്ള സൗഹാർദ്ദം ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഒരു വിരുന്നായിരുന്നു എന്നുള്ള ചിത്രീകരണമാണ്. നിന്നാൾ സ്തുതിയുടെ രാജമകൾ എന്നുള്ള കുക്രിയോൻ നമ്മൾ ചൊല്ലുന്നത് 45-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അവിടെയും കർത്താവായ യേശു മിശിഹായും മണവാട്ടിയായ സഭയും തമ്മിലുള്ള വിവാഹ വിരുന്നിൻ്റെ ഒരു ഗീതമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ, ഒരൊറ്റ വാക്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താണ് മനസ്സിലാക്കുക? യേശു ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളതല്ല പ്രധാനം. പിന്നെയോ യേശു തന്നെയാണ് ഇവിടെ വിവാഹം ഒരുക്കുന്നത്. യേശു തന്നെയാണ് ഈ ആഘോഷത്തിൻ്റെ കേന്ദ്രബിന്ദു. അവനാണ് മണവാളൻ. രണ്ടാമത്തെ പ്രമേയം, യേശുവാണ് യഥാർത്ഥമായ മുന്തിരിച്ചെടി. യേശുവാണ് യഥാർത്ഥമായ മധുരതരമായ വീഞ്ഞ് നൽകുന്നവൻ. യെശയ്യാ 5-ൽ ഇസ്രായേലിനെ സംബന്ധിച്ച് യാഹ്വേയാകുന്ന ദൈവത്തിൻ്റെ വലിയ പരാതി നമ്മൾ കാണുന്നുണ്ട്. ആ പരാതി നമുക്ക് സുപരിചിതമാണ്. ദൈവം ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവനത് കിളച്ചു, കല്ലുകൾ പിറക്കിക്കളഞ്ഞു, വിശിഷ്ടമായ ഒരു മുന്തിരി നട്ടു, കാവൽ മാടം പണിതു, മുന്തിരിച്ചക്ക് കുഴിച്ചിട്ടു. വലിയ പ്രതീക്ഷയോടെ ദൈവം കാത്തിരിക്കുകയാണ്. ഫലമോ മധുരതരമായ ഫലത്തിന് പകരം മുന്തിരിപ്പഴമാണ് അത് കായ്ച്ചത്. കാട്ടുമുന്തിരിയുടെ ഫലത്തിന് പുളിയും കമർപ്പുമാണ്, മധുരവും അല്ലെങ്കിൽ മാധുര്യം ഇല്ലാത്ത ഒരു ഫലമാണ്. അതിനാൽ ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി എൻ്റെ മുന്തിരിത്തോട്ടത്തിന് എന്താണ് ചെയ്യാനുള്ളത് നിങ്ങൾ പറയുക. ഇത് ദൈവത്തിൻ്റെ ഒരു വിലാപമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ യേശു പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. മുന്തിരിച്ചെടിയിൽ വസിക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ആ വേദഭാഗം പലപ്പോഴും കുഞ്ഞുങ്ങൾ പോലും കാണാപ്പാഠം പഠിക്കുന്ന ഒരു വേദഭാഗമാണ്. എന്നാൽ ഈ സാക്ഷാൽ മുന്തിരിച്ചെടിയായ
യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഫലം പുറപ്പെടുവിക്കാത്ത ശാഖകളൊക്കെയും വെട്ടി തീയിലിടപ്പെടും. അതുമാത്രമല്ല, അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഈ മുന്തിരിയിൽ നിന്ന് ലഭിക്കുവാനുള്ള ഫലം ഒന്ന്, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. തുടർന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എന്താണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്? വീണ്ടും പഴയ നിയമത്തിലേക്ക് തിരികെ പോകുമ്പോൾ സങ്കീർത്തനം 104:15 വാക്യം പറയുന്നു, വീഞ്ഞ് മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. വൈൻ ഗ്ലാഡൻസ് ദ ഹാർട്ട് ഓഫ് മാൻ. അവിടെ സന്തോഷമാണ്. പിന്നീട് യേശു പറയുന്നത് സ്നേഹമാണ്. സന്തോഷവും സ്നേഹവുമാണ് ഇവിടെ യഥാർത്ഥമായ മുന്തിരിയിൽ കായ്ക്കുന്ന ഫലങ്ങൾ എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മ പറയുന്നു യേശുവിനോട്, they have no wine. എന്ത് നടന്നു എന്നുള്ളത് നമുക്കറിയാം. യേശു അത്ഭുതകരമായി വെറുതെ കാല് കഴുകാൻ വെച്ചിരുന്ന വെള്ളത്തെ ഏറ്റവും ഉയർന്ന മുന്തിയതരം വീഞ്ഞായിട്ട് പകർത്തി മനുഷ്യർക്ക്, അവിടെ കൂടിയിരുന്നവർക്കെല്ലാം സന്തോഷവും അത്ഭുതവും ഉളവാക്കി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുവാൻ ഇത് കാരണമായി. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അടയാളമായിരുന്നു കാനായിൽ നടന്ന ഈ അത്ഭുതം. They have no wine എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ വ്യാഖ്യാനം അനുസരിച്ച് they have no love, they have no joy എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ഈ അത്ഭുതം വാസ്തവത്തിൽ അവർക്ക് ആവശ്യമുള്ളതിൽ വളരെ കൂടുതൽ വീഞ്ഞാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ഒരു വലിയ പാത്രത്തിൽ ഉദ്ദേശം 30 ഗ്യാലൻ കൊള്ളുന്ന 6 പാത്രത്തിൽ വക്കുവോളം നിറച്ചു എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉദ്ദേശം 800 ബോട്ടിൽ വൈൻ കർത്താവ് ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്തു എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അവർക്ക് ആവശ്യമുള്ളതിൽ വളരെ കൂടുതൽ. പക്ഷേ ഈ യേശു തൻ്റെ വാക്കുവഴി രൂപാന്തരപ്പെടുത്തിയ ഈ വീഞ്ഞ് സുപ്പീരിയർ വൈൻ എന്നാണ് അറിയപ്പെടുക, മുന്തിയ തരം. അത് അവിടെ തലപ്പത്തിരുന്ന വ്യക്തി ഇത് രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് കൊടുക്കുന്നു, മനുഷ്യന് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും, നീ എന്തുകൊണ്ട് ഈ വളരെ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു? ഇവിടെ ഓൾഡ് വൈൻ, ന്യൂ വൈൻ എന്നുള്ള ഒരു പരാമർശത്തിലേക്ക് വരികയാണ്. ആരാണ് അല്ലെ എന്താണ് ഈ പുതിയ വീഞ്ഞ്? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു മിശിഹായും
അവിടുന്ന് കൊണ്ടുവന്ന സുവിശേഷവുമാണ് ഈ പുതിയ വീഞ്ഞ്. യേശു തന്നെ ഒരിക്കൽ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 2:22, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ച് വയ്ക്കാറില്ല. ഒഴിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളെ പൊട്ടിക്കും. അവസാനം വീഞ്ഞും ഉണ്ടാകില്ല, തോൽക്കുടവും ഉണ്ടാകുകയില്ല. ഇവിടെ 6 വലിയ കൽഭരണികൾ ആണ് യഹൂദരുടെ ശുദ്ധീകരണത്തിന് വെച്ചിരുന്നത്. 6 എന്നുള്ളത് അപൂർണമായ ഒരു സംഖ്യയാണ്. 7 ആണ് പൂർണ്ണസംഖ്യ. കർത്താവായ യേശു എന്ത് ചെയ്തു? ഈ വലിയ നോമ്പിൻ്റെ അവസാനം പെസഹ തിരുനാളിൽ താൻ 7ാമത്തെ ഭരണി കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, രക്ഷയുടെ കാസ, തൻ്റെ തിരുരക്തം കലർത്തിയ ആ പാനീയം കർത്താവായ യേശു ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ പൂർണ്ണത കൈവന്നു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു താരതമ്യം കൂടി ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ദ ലാസ്റ്റ് ഈസ് ദ ബെസ്റ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾഡ് ഈസ് ഗോൾഡ്, ഓൾഡ് വൈൻ ആൻഡ് ഓൾഡ് ഫ്രണ്ട് ഈസ് ദ ബെസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇവിടെ കർത്താവായ യേശു അത് തിരിച്ചിട്ടു. ദ ന്യൂ വൺ, ദ ലാസ്റ്റ് വൺ ഈസ് ദ ബെസ്റ്റ്. നമ്മളെ സംബന്ധിച്ച് സ്വർഗരാജ്യത്തിൻ്റെ ഈ അനുഭവം കർത്താവ് വിവരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, കുർബാന സ്ഥാപനത്തിൻ്റെ അവസാനം, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് വാങ്ങി കുടിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്നത് വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുർബാനയും വരാനിരിക്കുന്ന ജീവിതവുമായിട്ടുള്ള ബന്ധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൂക്കായുടെ സുവിശേഷം 4 ഈ വലിയ നോമ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷമുണ്ട്. കർത്താവിന് മരുഭൂമിയിൽ അനുഭവപ്പെട്ട പരീക്ഷ. ആ പരീക്ഷയുടെ ആമുഖമായി ലൂക്കാ സുവിശേഷകൻ പറയുന്നത്, യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകപ്പെട്ടു. പരിശുദ്ധാത്മാവാണ് പരീക്ഷയ്ക്കായി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മളെ പരീക്ഷിച്ച് തോൽപ്പിക്കാനല്ല, പരീക്ഷിച്ച് ക്ലാസ് കയറ്റം, പ്രൊമോഷൻ തരാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പരീക്ഷയിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത്. അതിനാൽ ഇത് ദൈവികമായിട്ടുള്ള ഒരു നോമ്പാകണം. നമുക്ക് പ്രത്യാശയില്ലാത്തവരല്ല. പിന്നെയോ 3-ാം ദിവസം നടക്കാൻ പോകുന്ന ഈ ഉയർപ്പിൻ്റെ പെസഹായുടെ ദിവസത്തിലേക്ക് നമ്മൾ നോക്കിപ്പാർക്കുകയും ഓരോ ദിവസവും ഈ നോമ്പിൻ്റെ ബാധ്യതകൾ, നീണ്ട പ്രാർത്ഥനകൾ, കുമ്പിടിയിൽ, വർജന, ഉപവാസം, ദാനധർമ്മം, ഇവയിലൂടെ നമ്മൾ സ്വയം വിശുദ്ധീകരിച്ച് മോശയോട് ദൈവം പറഞ്ഞതുപോലെ 2 ദിവസം മനുഷ്യരെ ശുദ്ധീകരിക്കുക, 3-ാം ദിവസം ഞാൻ സീനായി മലയിൽ ഇറങ്ങി വരും. ഇതുപോലെ നമ്മൾ 40 അല്ല, സഭ ഒരു 10 ദിവസം കൂടി കർത്താവ് മണവാളനായ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ
സഭയിരുന്നു കൊണ്ട് 50 ദിവസത്തിൻ്റെ അവസാനം നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് നമ്മൾ ആഘോഷിക്കും. അതിനുവേണ്ടി നമ്മളെ ആത്മീയമായി ഒരുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുവാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ സ്വയം വിട്ടു നൽകുക. ദൈവം തമ്പുരാൻ കഠിനമായ ഒരു കാലത്തിലൂടെ നമ്മളെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥതകൾ, രോഗങ്ങൾ, കാലാവസ്ഥയുടെ ചൂട്, ഇതുപോലുള്ള വിപരീതമായ അനുഭവങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് കൂടി നോമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ തിങ്കളാഴ്ച ശുഭകോന ശുശ്രൂഷ നടത്തി നമ്മൾ വലിയ നോമ്പിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കും. എന്നാൽ ഞായറാഴ്ച വൈകിട്ട് തന്നെ നോമ്പിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുക. പാതിരാത്രിയോടെ വർജനയുടെയും ഉപവാസത്തിൻ്റെയും ആ ബാധ്യത നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ സഭ നമുക്ക് തരുന്ന ഈ മാർഗങ്ങളിലൂടെ സ്വയം വിശുദ്ധീകരിക്കുവാനും കർത്താവിൻ്റെ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ പെസഹ തിരുനാളിൽ ഉയർപ്പിൽ പങ്കെടുക്കുവാൻ നമുക്ക് യോഗ്യത ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.